ഈ കുട്ടിക്കാലത്തെ നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങള് ഒരു ട്രോമ പോലെ നമ്മളെ ഹോൾഡ് ചെയ്യും എത്ര വർഷം കഴിഞ്ഞാലും. അപ്പൊ നമ്മൾ ചിലപ്പം ആ കാര്യങ്ങൾ മറന്നുപോയാലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ആ ഫിയർ തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റെയർ കാണുമ്പോൾ കൈയും കാലും വിറച്ചിട്ട് പാനിക് അറ്റാക്ക് പോലെ വരാറുണ്ടായിരുന്നു. അപ്പൊ സ്റ്റെയർ കാണുമ്പോൾ ഞാൻ പേടിക്കാനുള്ള റീസൺ കുട്ടിക്കാലത്ത് ഉണ്ടായ ചെറിയൊരു ട്രോമയാണ്, ചെറുതോ വലുതോ ആയ ഒരു ട്രോമയാണ്. അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന കുറേ പെയിൻ കാണും. അപ്പൊ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ പാനിക് അറ്റാക്ക് വരുന്നത് ഞാൻ മാറ്റി, പക്ഷെ ഇനി ഇത് തിരിച്ചു വരുമോന്ന്. ഞാൻ തുറന്നു പറയാണ്, എനിക്കും ഇത് തോന്നാറുണ്ട്, ഇനി ഇത് തിരിച്ചു വരുമോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മാറ്റിയെടുത്തതല്ലേ, പക്ഷെ ഇനി തിരിച്ചു വരുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു ഫിയർ വന്നിട്ട് കയ്യിൽ തണുക്കാറൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ. അപ്പോ ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, എനിക്കും ഉണ്ടത്. ഇപ്പോൾ നമ്മൾ റിലേറ്റീവ്സിന്റെ ഒക്കെ കൂടെ അത്ര ക്ലോസ് ആയിരിക്കില്ല, കുറച്ച് അകന്ന ബന്ധത്തിലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും പേരുടെ കൂടെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. ഇപ്പൊ പറ്റും, പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ തണുക്കുക, കൈ വിറയ്ക്കുക, പിന്നെ കാലൊക്കെ ഇങ്ങനെ മരവിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ തോന്നും. അപ്പൊ നമ്മളിങ്ങനെ അത്രയും പേരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് കസേര മാറ്റി എണീറ്റ് പോകുമ്പോൾ അവര് വിചാരിക്കും അവരോടുള്ള എന്താ പ്രശ്നം കൊണ്ടാണെന്ന്. അപ്പം അതും ചിന്തിച്ചിട്ട് നമ്മൾ വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഇത് കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ പേരും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം, പിന്നെ വർക്ക്ഔട്ട് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള പെയിൻ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതിങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ എഴുതുക, വളരെ വിശദീകരിച്ച് എല്ലാം എഴുതുക. എഴുതിയിട്ട് നിങ്ങൾ ആ പേപ്പർ കത്തിക്കുക. ആ പേപ്പർ കത്തുന്നത് നിങ്ങൾ കാണണം. എന്ന് വെച്ചാൽ ഇതോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പെയിനും നിങ്ങൾ വലിച്ചെറിയാണെന്നുള്ള ഒരു തോട്ട് ബ്രെയിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യണേ. അപ്പൊ കുറച്ച് നമുക്കൊരു സമാധാനം കിട്ടും. ഈ ടെൻഷൻ വരുന്നതും അങ്ങനെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ തിരിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു, ചിലപ്പോൾ വലിയ മാറ്റമായിരിക്കും സംഭവിക്കണേ. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ ഇത് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.